നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മാമാങ്കം കഴിഞ്ഞതിന് പിന്നാലെ CPM-ൽ വലിയ ഉരുൾപൊട്ടൽ നടന്നിരിക്കുകയാണ്. CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെ കേന്ദ്രീകരിച്ചാണ് വിവാദം. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വെടിയുണ്ടയുടെ ചീളുകൾ നിരവധി തലയിലേറ്റി ഒരു രക്തസാക്ഷി കഴുത്തിൽ പരിവേഷം നേടിയ EP ജയരാജനെ ഇന്ന് വലിയ വിവാദങ്ങൾ തിരിഞ്ഞുകൂട്ടിയിരിക്കുകയാണ്. EP-യുടെ ഈ ഓപ്പറേഷൻ പാർട്ടി അറിഞ്ഞിട്ടായിരിക്കുമോ? അറിഞ്ഞിട്ടല്ല എന്ന് നമുക്ക് പറയാനുള്ള സാഹചര്യം ഇല്ല. കാരണം പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നോക്കുകയാണെങ്കിൽ പാർട്ടിയുടെ അറിവോടുകൂടിയാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ EP കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് EP വിവാദ കഥാപാത്രമാണ് കേരളത്തിൽ. CPM രാഷ്ട്രീയത്തിൽ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. അന്ന് മന്ത്രിസ്ഥാനം പോയിട്ട് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ രണ്ടാം പിണറായി മന്ത്രിസഭ വന്നപ്പോൾ പുള്ളിക്ക് അർഹമായ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ പാർട്ടിയിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ട്. അതിൻ്റേതായ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുള്ളിയുടെ പല പ്രവർത്തനങ്ങളിലും അത് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ MV ഗോവിന്ദൻ്റെ ജാഥയിൽ പുള്ളി വിട്ടുനിന്നു. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു സംഭവമാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പുള്ളി പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. കേരളത്തിൽ മത്സരം LDF-ഉം BJP-യും തമ്മിലാണെന്ന്. BJP സ്ഥാനാർത്ഥികളെ കുറിച്ചും പറഞ്ഞു. അതെ, നല്ല സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം ഇപ്പോഴത്തെ ഈ വിവാദങ്ങളും അതുമായിട്ട് ഇത് നേരത്തെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത സംഭവമാണോ എന്ന് നമുക്ക് തോന്നിയാലും സ്വാഭാവികമായിട്ട് സംശയം അങ്ങനെ വരും. അത് മാത്രമല്ല, ഇപ്പോൾ ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും പാർട്ടി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന ഒരു മൃദു സമീപനമുണ്ട്. അപ്പോൾ അതാണ് സംശയകരമെന്ന് പറയുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ സംഭവം വെളിച്ചത്ത് വന്നതോടുകൂടി CPM-ന് ഭയങ്കരമായ അടി പറ്റിയിട്ടുണ്ട്. അന്ന് രാവിലെ, ഇലക്ഷൻ്റെ അന്ന് രാവിലെയാണ് ഈ സംഭവം വന്നത്. പക്ഷെ ഒരുപാട് പേരും ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. EP തുറന്നു പറഞ്ഞു, കണ്ടെന്ന്. EP കണ്ടത്, അതായത് പ്രകാശ് ജാവദേക്കറിന്, കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള BJP-യുടെ പ്രഭാരി. അപ്പൊ പിണറായി വിജയൻ അതിനെ ന്യായീകരിച്ച ഒരു ന്യായീകരണമുണ്ട്. അന്ന് പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാപിയും ശിവനും എന്ന് പറഞ്ഞു. അതല്ല, ജാവദേക്കറെ ഞാനും പലതവണ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. പല മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ചടങ്ങുകളിൽ വെച്ച് ഞങ്ങൾ കാണാറുണ്ട്, കുശലം പറയാറുണ്ട്. അപ്പോൾ ആ വളരെ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ഈ വിഷയത്തെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ശരിക്കും പിണറായി വിജയന്റെ അറിവോടുകൂടിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാലും അവരെ തെറ്റു പറയാൻ പറ്റത്തില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചിറ്റപ്പനെതിരെ നടപടി വരുമോ? പേരിനൊരു നടപടി വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തും. അല്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള നടപടിയൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നില്ല. കാരണം പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു മൃദു സമീപനം നമ്മൾ കാണുമ്പോൾ കടുത്ത നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഒന്നും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അല്ല, EP ജയരാജനെ പോലൊരു സമുന്നതനായ നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഇടതുമുന്നണിയുടെ കൺവീനറാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് CPM-യുമായി ഒരു ഡീൽ ഉറപ്പിച്ചപ്പോൾ ഇത് പാർട്ടി അറിയാതിരിക്കില്ലല്ലോ. BJP ആയിട്ട് ഒരു ഡീൽ ഉറപ്പിച്ചപ്പോൾ അത് CPM അറിയാതിരിക്കുമോ? അല്ല, അതാണ് പറഞ്ഞത്. CPM അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. ചിലപ്പോൾ എല്ലാ നേതാക്കളും അറിയണമെന്നില്ല. അറിയേണ്ടവർ അറിഞ്ഞു കാണും. വിശേഷിച്ചും അല്ല, ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് CPM-ന്റെ കേരളത്തിലെ പ്രചരണം എന്താണ്? BJP-യെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവരുടെ പ്രചരണം മുഴുവൻ. BJP-യെ പുലി വരുന്നേ എന്ന് ഓരോ നിമിഷവും ഊടലും ഉറക്കത്തിലും പറഞ്ഞ് പേടിപ്പിച്ച് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടി കഠിന പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വികസനം, വിലക്കയറ്റം, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കിയിട്ടേ ഇല്ല. ഫാസിസമാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചത്. അതെ, ഫാസിസം, അതായത് CAA എന്ന് പറയുന്ന ഒരു വിഷയം. ഈ CAA വിഷയത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ CPM പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകളിൽ പോയി പറഞ്ഞതെല്ലാം CAA-ക്കെതിരെയാണ്. കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് CAA ഉൾപ്പെടുത്തിയില്ല? അപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമം ആണ് പുള്ളിയുടെ പ്രധാന ഇഷ്യൂ. കേരളത്തിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൗരത്വ നിയമം എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ പ്രചരണം. അപ്പോഴൊന്നും ഈ പറയുന്ന അപ്പോൾ അങ്ങനെ ഇപ്പോൾ മുസ്ലിം മത ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള തന്ത്രമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെട്ടത്. അപ്പോൾ അപ്പോഴൊന്നും എല്ലാ സമയത്തും BJP-ക്കെതിരായിട്ടുള്ള പ്രചരണമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് EP ജയരാജനെ പോലുള്ളൊരു നേതാവ്
ഇത് വളരെ കാലമായിട്ട് നടക്കുന്നു എന്നാണല്ലോ ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. അതെ അതെ, ഒരു വളരെ കാലമായിട്ട് 1 വർഷം മുമ്പ് രാമനിലയത്തിൽ വെച്ച് ശോഭാ സുരേന്ദ്രനെ കാണാനായിട്ട് EP ചെല്ലുന്നു എന്നൊക്കെ ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലുണ്ട്. പിന്നെ ശോഭയ്ക്ക് ഡൽഹിയിൽ പോയി റൂം എടുത്ത് കൊടുക്കുന്നു, അവിടെയും ജാവദേക്കറുമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഇത് വളരെ കാലമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് CPM-ന്റെ ഉന്നത നേതാക്കളൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇപ്പൊ CPM-ന്റെ കയ്യിൽ ഭരണം ഇരിക്കുന്നു, പോലീസ് ഇരിക്കുന്നു, ഇന്റലിജൻസ് ഇരിക്കുന്നു, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും കയ്യിലിരിക്കുമ്പോൾ ഇത്തരം ഒരു ഉന്നതനായ നേതാവ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് വിശ്വസിക്കും? ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നാണ്. അതെ അതെ അതെ, അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നാണ് പറഞ്ഞപ്പോൾ ഇപ്പൊ EP ഉണ്ടെങ്കിലേ CPM ഉള്ളൂ എന്നാണോ? അങ്ങനെ വേണമെങ്കിൽ EP ഉണ്ടെങ്കിലേ CPM ഉള്ളൂ. ഇപ്പൊ പിന്നെ പിണറായി വിജയൻ അതിന്റെ ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ശിവനുമായിട്ട് ഉപമിച്ചത്. പാവി ശിവനോടൊപ്പം പോയ ശിവനും പാവി. യഥാർത്ഥത്തില് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് മലയാളത്തിൽ ഇല്ലെന്നാ പറയുന്നത്. ഈ പാവി ദല്ലാളാണോ? പാവി ഇപ്പം വേറൊരു വ്യാഖ്യാനം വന്നിരിക്കുന്നത് ശിവശങ്കരനെ അവിടെ ഉപമിച്ചിട്ടുണ്ട്. അപ്പൊ പാവി ആരാണെന്നുള്ളത്, പാവിയോടൊപ്പം ചേർന്ന ശിവശങ്കരൻ ഇപ്പൊ കുത്തുവാള എടുത്ത് നടക്കുകയാണ്, ജയിലിലും ആയി ആകെ പ്രശ്നത്തിൽ നടക്കുകയാണ്. ഇതിനിടയ്ക്ക് യഥാർത്ഥത്തിൽ ഈ പാവി ശിവനുമായിട്ട് കൂടിയാലെന്നല്ല, പാവി ശുഭനുമായിട്ട് ചേർന്നാൽ എന്നാണ് യഥാർത്ഥത്തിൽ പറയപ്പെടുന്നത്. ശുഭൻ എന്നാണ് പറയുന്നത്. അപ്പൊ അത് പിണറായി വിജയൻ ആരോ പറഞ്ഞു കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ചാണ് ശിവനാക്കിയത്. ആരാ എഴുതി കൊടുത്തതായിരിക്കും. അപ്പൊ ശിവനുമായിട്ടാണ് താരതമ്യം ചെയ്തത്. ശിവൻ ഇതിനകത്ത് എന്താ റോളെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ശിവൻ കൺഫ്യൂഷനായി. അപ്പൊ ഇവര് ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്ന് പറയുന്നവരാണ്. ഇവര് ദൈവവിശ്വാസികളല്ലോ, എത്തിസ്റ്റുകളാണല്ലോ. അപ്പൊ അവര് ഈ ശിവനെ പോലൊരു ദൈവത്തെ ഒരു ഉപമയ്ക്ക് കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചിരി വരുന്നൊരു കാര്യമാണ്. അല്ല, ഈ ശൈവ മതവിശ്വാസികൾ ശിവനെ ആരാധിക്കുന്നവർ രംഗത്ത് വരുമല്ലോ. അതെ അതെ, അവര് ശിവനിൽ പാപം വന്നിരിക്കുകയാണ്. അല്ല, ശിവൻ എന്ന് പറഞ്ഞാല് ശിവൻ വളരെ ശക്തനായ ഒരു പിന്നെ ദൈവമാണ്. ശിവൻ പാർവതി അവര് തമ്മില് ഒരേ ഒരു ഭാര്യയാണ് ശിവന്. ഇപ്പൊ കൃഷ്ണനെ കുറിച്ച് പലരും പല വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. 16,008 ഭാര്യമാരുണ്ട്, ഗോപികമാരുണ്ടെന്നൊക്കെ. പക്ഷെ ശിവനെ കുറിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. ശിവൻ പാർവതി ആകെ ഒരു ബന്ധമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവമാണ് അദ്ദേഹം. സംഹാരമൂർത്തിയാണ് പരമശിവൻ എന്ന് പറയുന്നത്. അപ്പൊ ശിവന്റെ സംഹാര താണ്ഡവം ആടുവോ ശിവൻ CPM-ന്റെ മേൽ? അതാണ് ഇനി വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ മൂർധന്യത്തിൽ എത്തിക്കുമ്പോഴാണ് ദല്ലാളിന്റെ രംഗപ്രവേശം. ദല്ലാൾ ആദ്യം രംഗത്ത് വന്നത് അനിൽ ആന്റണിക്കെതിരെ, പക്ഷെ അത് അവസാനം തിരിഞ്ഞു വീഴുകയായിരുന്നു. ഇതും തിരിഞ്ഞു വീണു. അപ്പൊ ദല്ലാളിന്റെ പിന്നിലൊക്കെ അയാൾ ആരായിരിക്കും? CPM ആയിരിക്കും? CPM ആണെന്നാണ് നമുക്ക് കരുതേണ്ടത്. പക്ഷെ പിണറായി വിജയൻ പറയുന്നത് CPM അയാൾ കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി ആ ദിവസം വിശേഷിപ്പിച്ചത് ദല്ലാളിനെ. അപ്പൊ ഈ ഭരണ നേതൃത്വമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആളാണ്. അല്ല, ദല്ലാള് ഇയാളെന്ന് പറഞ്ഞാൽ കാശ് കിട്ടിയ ആർക്ക് വേണ്ടി നിൽക്കുമെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. അല്ല, യഥാർത്ഥത്തില് ഇപ്പൊ പത്തനംതിട്ടയിലെ അനിൽ ആന്റണിക്കെതിരെയാണ് ഇയാൾ ആദ്യം രംഗത്ത് വന്നത്. അപ്പൊ അത് നേരെ കോൺഗ്രസിലേക്ക് ചെല്ലുമെന്ന് വന്നപ്പോഴത്തേക്ക് കോൺഗ്രസ് ആണ് വെട്ടിലായത് ആന്റണിക്കെതിരെ. കാര്യം AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്ത് നടന്ന ഇടപാടുകളെ കുറിച്ചാണ് നന്ദകുമാർ വെളിപ്പെടുത്തിയത്. അപ്പൊ അത് അനിൽ ആന്റണിയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്തെങ്കിലും ഫലത്തിൽ അത് കോൺഗ്രസിൽ ചെന്ന് പറ്റി. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാരും വളരെ അസ്വസ്ഥരായിരുന്നു. അവര് പിന്നെ കൂടുതൽ അതുമായിട്ട് മുന്നോട്ട് പോയില്ല. ആലപ്പുഴ ശോഭയ്ക്കെതിരെ അത് കഴിഞ്ഞിട്ടാണ് ശോഭയ്ക്കെതിരെ തിരിഞ്ഞത്. അപ്പോഴാണ് ഇത് മൊത്തത്തിൽ ശോഭ ആളിനെ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലെങ്കിലും ശോഭയാണ് ശരിക്കും പറഞ്ഞല്ല കൂടത്തിലൊരു ഭൂതം തുറന്നുവിട്ട കണക്ക് ശോഭയ്ക്കെതിരെ 10 ലക്ഷം രൂപയുടെ ഇടപാടിനെ കുറിച്ചാണ് നന്ദകുമാർ ശരിക്കും പറഞ്ഞത്. ഇയാളുടെ വസ്തു വാങ്ങാനായിട്ട് ആ ഇടപാടിന് 10 ലക്ഷം രൂപ ശോഭ വാങ്ങി എന്നുള്ളതിൽ തുടങ്ങിയതാണ്. പക്ഷേ അത് ചെന്ന് അടുത്ത ദിവസം തറച്ചത് നേരെ CPM-ന്റെ നെഞ്ചത്തേക്കാണ്. ശോഭയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ശോഭ അങ്ങനെ പറയുമ്പോഴും പിന്നെ ആരാണ് ഈ നേതാവെന്ന് പറഞ്ഞില്ല. BJP-യിലേക്ക് പോകാനായിട്ട് 90% വരെ ശരിയായിരുന്നു. പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള നേതാവെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം മനസ്സിലാക്കേണ്ടവർക്കെല്ലാം മനസ്സിലായി. പക്ഷെ അവർ പേര് പറഞ്ഞില്ല. അടുത്ത ദിവസം ഇലക്ഷൻ്റെ അന്ന് EP തന്നെ തുറന്നു പറഞ്ഞപ്പോഴാണ് പിന്നെ ശോഭാ സുരേന്ദ്രൻ പേര് പറഞ്ഞു. ആ ഫോട്ടോ എന്റേതാണെന്ന് പറഞ്ഞു. അതെ അതെ, ആ ഫോട്ടോ ശോഭ പറഞ്ഞ ഫോട്ടോ എന്റേതാണെന്ന് തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പില് CPM-ന്റെ ഒരു പണി കൊടുത്തത് കൂടിയാണ് EP. അതെ അതെ അതെ, കാര്യം നേരത്തെ പറഞ്ഞ കണക്ക് അദ്ദേഹം CPM-ല് വളരെ ഒതുക്കപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പൊ പാർട്ടി സെക്രട്ടറി ആകേണ്ട ആളാണ്. ഇദ്ദേഹത്തെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആളാണ് MP ഗോവിന്ദൻ എന്ന് പറയുന്നത്. അപ്പോൾ
അതിനു മുൻപ് ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ സമയം തൊട്ട് നമുക്ക് നോക്കിയാൽ കോടിയേരി ബാലകൃഷ്ണൻ സുഖമില്ലാതായ സമയത്ത് താൽക്കാലിക ചാർജ് കൊടുത്തത് വിജയരാഘവനാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം സെക്രട്ടറി സ്ഥാനമെങ്കിലും ഇ.പിക്ക് കിട്ടുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. കാരണം പാർട്ടിയിലെ സീനിയോറിറ്റി വെച്ചിട്ട് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അതോടുകൂടിയാണ് അദ്ദേഹം വളരെ നിരാശനാവുകയും പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ അതിനുശേഷമായിരിക്കണം ഒരു പക്ഷേ ഈ BJP ആയിട്ട് ഡീൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയതെന്ന് വേണം. അല്ല, BJP ആയിട്ട് ഡീൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയെന്ന് പറയുമ്പോൾ പോലും പിന്നെ BJP കേന്ദ്ര സർക്കാർ, അതായത് BJP കേരളത്തിൽ വട്ടവിട്ട് മറക്കുന്നു, കോൺഗ്രസ്സുകാർ മാത്രമേ BJPയുടെ കൂടെ പോകൂ എന്നുള്ള ഒരു ചർച്ച നടക്കുന്നതിനിടയ്ക്കാണ് ഇ.പി. ജയരാജൻ്റെ വിഷയം. അപ്പോൾ ഇ.പി. ജയരാജനെ പോലെ ഒരു വമ്പനെ BJPക്ക് എറിഞ്ഞു കൊടുത്തതിന് പിന്നിലും CPM-ലെ ചില വമ്പന്മാരല്ലേ? അല്ല, എന്തെങ്കിലും അതാണ് പറഞ്ഞത്. ഇപ്പൊ കേരളത്തില് വളരെ എന്താ പറയുന്നത്, വളരെ പ്രത്യേകമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ പിണറായി വിജയനെതിരെ ആരോപണമുണ്ട്, പിണറായി വിജയന്റെ മകൾക്കെതിരെ ആരോപണമുണ്ട്, എക്സാലോജിക്കുമായിട്ട് അതിനൊക്കെ പിന്നിലും ഇ.പി. ആണെന്നാണ് ചില ആൾക്കാർ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയുടെ പുറകെ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഫലപ്രഖ്യാപനം കഴിഞ്ഞു കഴിഞ്ഞാൽ ED ഒരു പക്ഷേ ഈ കേസുകൾ കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് പറഞ്ഞൊതുക്കാനുള്ള ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണോ ഇ.പിയുടെ ഈ രംഗപ്രവേശം എന്നുള്ളതും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഇപ്പൊ ഈ ധാരണയൊക്കെ ഒതുക്കപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേനും ഇന്നലെ അനിൽ ആന്റണി പറഞ്ഞത്, ദല്ലാളിനെതിരെ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞ് അനിൽ ആന്റണി ഇന്നലെ പറഞ്ഞത്, എനിക്ക് കുറച്ചുകൂടെ തിരക്കൊണ്ട് കഴിയട്ടെ, ആദ്യം കോൺഗ്രസിലെ ചില നേതാക്കളാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞിട്ട് അന്ന് കെ.സി. വേണുഗോപാലിന്റെ ഒക്കെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന നേതാവെന്ന് പരോക്ഷമായി പറഞ്ഞു. ഇന്നലെ അത് അനിൽ ആന്റണി അത് കുറച്ചുകൂടെ ലഘൂകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ തന്നെ ഗവർണർ 5 ബില്ലുകൾ ഒപ്പിട്ടു, ഇതുവരെ ഒപ്പിടാം. അത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വർഷമായിട്ട് പിടിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിനോട് മുമ്പ് വെച്ചിരുന്ന എല്ലാം പിന്നെ ആ ഒരു ധാരണ പുറത്ത് എല്ലാം തീർന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം പലരും പറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല. കേരളത്തിലെ 2 സീറ്റുകളിലാണ് BJP അവര് പിടിമുറുക്കിയിരിക്കുന്നത്, ഒന്ന് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരവും. അപ്പൊ ഈ 2 സീറ്റുകളിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കേരളത്തിലെ നേതാക്കൾക്ക് നേരെ നിലവിലുള്ള കേസുകളിൽ എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഡീല് നടന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. പക്ഷെ അവിടെ ഈ രണ്ട് സ്ഥലങ്ങളിലും നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, CPIയുടെ സ്ഥാനാർത്ഥികളാണ് അവിടെ കുരുതി കൊടുക്കപ്പെടുന്നതെന്നാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു വിഷയം. ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ന്യൻ രവീന്ദ്രൻ അവിടെ രംഗത്തില്ലെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പൊ അവിടെ നേരിട്ടുള്ള മത്സരമായി, ത്രികോണ മത്സരമല്ല, രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിലുള്ള നേരിട്ടുള്ള പോരായിരുന്നു. അവിടെ 3-ാം സ്ഥാനത്തിൽ പോലും അപ്രസക്തനായി. പക്ഷെ തൃശ്ശൂരിൽ VS സുനിൽകുമാർ ഒപ്പത്തിനൊപ്പം നിന്നിട്ട് അവിടെ ഒരു ത്രികോണ മത്സരം തന്നെയാണ് അരങ്ങേറുന്നത്. പക്ഷെ ഇത്തരത്തിലൊരു ഡീല് വരുമ്പോഴത്തേക്ക് സുരേഷ് ഗോപി അവിടെ ജയിച്ചു പോവുകയാണെങ്കിൽ, അപ്പൊ സുരേഷ് ഗോപിയുടെ ജയത്തിന് മുമ്പാണ് പൂരം വിവാദം ഉണ്ടായത്. ജയം പറയുന്നതിന് മുമ്പ് അപ്പോൾ പൂര വിവാദം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് ഒരുപാട് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യത. ആ പൂരത്തിന്റെ കാര്യം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഒരു സിറ്റി പോലീസ് കമ്മീഷണർ വിചാരിച്ചാലൊന്നും ഉണ്ടാക്കാവുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. വലിയ വിഷയമുള്ള കേസല്ല. എന്ത് വിഷയമാണ് അയാളൊരു, അത് മാത്രമല്ല അയാൾ നിരന്തരം അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. കഴിഞ്ഞ പൂരത്തിനും അങ്കിത് അശോകൻ ആ പൂരം കലക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അന്ന് ഇദ്ദേഹത്തിനെതിരെ അവിടുത്തെ ഭരണകക്ഷി അംഗങ്ങൾ തന്നെ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിരുന്നു. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല. അപ്പോൾ ഈ അങ്കിത് അശോകന് പോലീസ് വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ശക്തമായ പിന്തുണ ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണല്ലോ. ഇത്തവണ അത് തന്നെയാണ് സംഭവിച്ചത്. ഈ അവിടുത്തെ 2 മന്ത്രിമാര്, ജില്ലയിൽ നിന്ന് 3 മന്ത്രിമാരുണ്ട്. കെ രാധാകൃഷ്ണനുണ്ട്, ആർ ബിന്ദു ഉണ്ട്, കെ രാജനുണ്ട്. ഈ 3 മന്ത്രിമാർ, അതിൽ 2 മന്ത്രിമാര് ബിന്ദുവും രാജനും അവിടെ തങ്ങി തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അങ്കിത് അശോകന്റെ ഈ അഴിഞ്ഞാട്ടം അവിടെ നടക്കുന്നത്. പക്ഷേ ഇവർക്കൊന്നും ഇടപെടാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ADGP MR അജിത് കുമാർ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്തു എന്നും പറയുന്നു. അപ്പൊ ഇവരുടെ എല്ലാം അറിവോടുകൂടിയാണോ ഈ പൂരം കലക്കാനെന്നുള്ള സ്വാഭാവികമായിട്ടും പൂരം സംശയിക്കാം. BJPക്ക് ഒരു വോട്ടിന് ആയുധം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്താൽ അങ്ങനെ ഇട്ട് കൊടുത്തതായിരിക്കണം. കാരണം ഇതിന്റെ പേരിലെങ്കിലും കുറച്ച് വോട്ട് സുരേഷ് ഗോപിക്ക് മറിഞ്ഞു പോയാൽ, കാര്യം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പഴയതുപോലെ പരസ്യമായിട്ട് വോട്ട് മറിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സെൻസിറ്റീവ് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ കുറച്ച് വോട്ട് മറിക്കുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായാലും ആണെന്ന് നമുക്ക് സംശയിക്കാം.
അല്ല, ഇതിനിടയ്ക്ക് നമ്മളിപ്പോൾ ഇ പിയിലേക്ക് വന്നാൽ ഇ പിക്കെതിരെ ഒരു നടപടി എടുത്താൽ ഇ പി പലതും തുറന്നു പറയത്തില്ലേ? അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. ഇ പിക്ക് ഒരുപാട് ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്ന പല അന്തർ നാടകങ്ങളും ഇ പിക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അത് മാത്രമല്ല, പിന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പേടിപ്പിച്ചു എന്നാണ് പറയുന്നത്. വിട്ടുപോവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും തീർത്തു കളയെന്നൊക്കെ പറഞ്ഞു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അതിലെന്താണെന്ന് നമുക്കറിയത്തില്ല. കാരണം സി പി എമ്മിൻ്റെ ഒരു സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ നേതാക്കൾ ഇത്രയും ഉന്നതനായ ഒരു നേതാവ് വിട്ടുപോകുമ്പോൾ എന്തായാലും അവർ നോക്കിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ടി പി ചന്ദ്രശേഖരൻ്റെ മുൻകാല അനുഭവം നമുക്ക് മുന്നിലുണ്ട്. പിന്നെ അതുപോലെ ഇ പി ജയരാജന് മുൻപ് തന്നെ ദേവികുളം MLA ആയിരുന്ന രാജേന്ദ്രന്റെ കേസുണ്ട്. ഇപ്പൊ രാജേന്ദ്രനും ഇദ്ദേഹത്തെയാണ് പോയി കണ്ടത്. പ്രകാശ് ജാവദേക്കറിനെ പോയി കണ്ടിട്ടാണ്, ഡൽഹിയിൽ പോയി കണ്ടത്. അദ്ദേഹത്തിന്റെ ഏതോ കല്യാണം വിളിക്കാൻ പോയി എന്ന് പറയാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവേശനം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി അദ്ദേഹത്തിന് ഉയർന്നിട്ടുണ്ടോ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം BJPക്ക് പെട്ടെന്ന് ഒരാളെ വേണ്ട, ഇപ്പൊ വേണ്ട. ഇനിയിപ്പോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരിക്കും അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ BJPയെ സംബന്ധിച്ച് കേരളത്തിൽ വളരണമെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സിൽ അവർ നോട്ടം ഇട്ടിട്ട് ഈ വലിയ വലിയ ഉന്നത നേതാക്കളൊന്നും അങ്ങോട്ട് ചെല്ലുന്നില്ല. അത് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളെ കിട്ടിയോണ്ട് അവർ കാര്യമില്ലെന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ടായിരിക്കണം CPM-ൽ ഏതെങ്കിലും നേതാക്കളെ ചാക്കിട്ട് പിടിക്കുക എന്നുള്ള അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഒരു തുടക്കമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ നിന്നും വിചാരിച്ചു കഴിഞ്ഞാൽ BJPക്ക് പല പാർട്ടികളിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവ് കൂടിയാണിത്. ഇപ്പോൾ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും മൂടോടെ CPM-നെ BJP വിഴുങ്ങിയെങ്കിൽ ഇവിടെയും അത് ഗ്രാജുവലായിട്ട് സാധ്യമാകാത്തത് എന്തുകൊണ്ട് സാധ്യമാകത്തില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. എന്തായാലും ഇ പിക്കെതിരെ നടപടിയെടുത്താൽ ഇ പി പലതും തുറന്നു പറയും. ഇതുമൂലം പലർക്കും വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്നാണ് പാർട്ടിക്കാർ പോലും സംസാരിക്കുന്നത്. അടുത്ത വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.